ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഒളിമ്പ്യാഡിൻ്റെ എക്സാം നടക്കുന്നുണ്ട് ഒക്ടോബറിൽ. DCL IQ വിൻ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദീപിക ചിൽഡ്രൻസ് ലീഗിൻ്റെ ഒരു എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് 1 ഗ്രാമിൻ്റെ ഗോൾഡ് റിങ്ങും പിന്നെ അതുപോലെ ക്യാഷ് പ്രൈസ് ആയിട്ട് 4000, 3000, 2000 അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിൽ 80% ക്വസ്റ്റ്യൻസും വരുന്നത് നമ്മുടെ ഈ ടെക്സ്റ്റിൽ നിന്നായിരിക്കും. ഇത് ചേർന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ടെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ബുക്കിൽ തന്നെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനി നാളെ തൊട്ട് ഞാൻ സെപ്പറേറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുട്ടികളെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പഠിപ്പിക്കാം. അപ്പോൾ അവർക്ക് എളുപ്പമായിരിക്കും എല്ലാം ചെയ്യാനായിട്ട്. അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളും നോക്കാം. ഫസ്റ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് ഓറൽ എക്സാമിനേഷൻ ആണ്. കുട്ടികളെ എഴുതാനൊന്നും ഉണ്ടാവത്തില്ല. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് അവർ ആൻസർ പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ, ഓറൽ എക്സാമിനേഷൻ ആണ്. അടുത്തത് ടീച്ചർ ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വലി ആയിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുക്കണം. അതായത് എല്ലാവർക്കും ഒരുമിച്ചായിരിക്കരുത്. ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ ആയിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുത്തിരിക്കണം. ആൻഡ് ദ സ്റ്റുഡൻറ് ഷുഡ് പോയിന്റ് ടു ദ ആൻസർ ദാറ്റ് ദേ ഫീൽ ഇസ് കറക്റ്റ്. അതിനുശേഷം പിക്ചർ കാണിച്ചിട്ട് ഇതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ കറക്റ്റായിട്ട് അത് ഹിബിസ്കസ് എന്ന് പറയണം. അപ്പോൾ അവർക്ക് ക്വസ്റ്റ്യൻ മര്യാദയ്ക്ക് പറഞ്ഞു കൊടുക്കണം. അടുത്തതെന്ന് പറയുന്നത് ഇപ്പോൾ അവരുടെ ആൻസർ ശരിയാണെങ്കിലോ തെറ്റാണെങ്കിലോ അത് അതിൽ മാർക്ക് ചെയ്തിരിക്കണം ടീച്ചർ. പിന്നെ ലാസ്റ്റത്തെ 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കളർ അടിക്കാനായിരിക്കും. അപ്പോൾ അവർ പുറത്ത് പോകാണ്ട് കളർ അടിപ്പിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. അപ്പോൾ അവർക്ക് ക്രയോൺസ് എന്തായാലും കൊണ്ടുപോകണം കളർ അടിക്കാനായിട്ട്. അവിടെ നിന്ന് കിട്ടത്തില്ല. അപ്പോൾ ക്രയോൺസും കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് അവർ നാഷണൽ ബേർഡ്. നമ്മുടെ നാഷണൽ ബേർഡ് ഏതാണ്? പീകോക്ക് ആണ് അല്ലേ? അപ്പോൾ അതിന് ടിക്ക് കൊടുക്കുക. ഫസ്റ്റ് നാഷണൽ ബേർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് അവർ നാഷണൽ ബേർഡ് എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ബേർഡ് ഏതാണ്? പീകോക്ക്. അപ്പോൾ അവരതിൽ തൊട്ടത്ത് പീകോക്ക് എന്ന് പറയണം. അടുത്തത് വിച്ച് ഫ്ലവർ ഗ്രോൺ ഇൻ വാട്ടർ. ഏതാണ് വാട്ടറിൽ ഉണ്ടാവുന്നത്? ലോട്ടസ്. അപ്പോൾ അതിൽ തൊട്ടത്ത് അവർ ലോട്ടസ് എന്ന് പറയണം. അടുത്തത് വിച്ച് അനിമൽ യൂസ്ഡ് ടു റൈഡ്? ഹോഴ്സ്. അപ്പോൾ അതിൽ തൊട്ടിട്ട് ഹോഴ്സ് എന്ന് പറയണം. അടുത്തത് നെയിം ദ ബേർഡ് വിച്ച് ക്യാൻ സീ അറ്റ് നൈറ്റ്? ഔൾ. അടുത്തത് വി ഹിയർ വിത്ത് അവർ ഇയേഴ്സ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇത് ഫിൽ ചെയ്യാൻ 5, 6 കഴിഞ്ഞാൽ ഏതാണ്? 7. അടുത്തത് വാട്ട് ഈസ് ദ കളർ ഓഫ് ആൻ എലിഫന്റ്. ഏതാണ്? ബ്ലാക്ക്. അല്ല, ഇതിപ്പോൾ അവർ വായിച്ചല്ല കേട്ടോ മനസ്സിലാക്കുന്നത്. അവർ ചോദിക്കും ബ്ലാക്ക്, ഗ്രീൻ, റെഡ്, ബ്ലൂ. ഇതിലേതാണെന്ന് പറയുമ്പോൾ ബ്ലാക്ക് എന്ന് അവർ പറഞ്ഞാൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ആനിമൽ ഹാസ് എ ലോങ് നെക്ക്. ഏത് അനിമലിനാണ് ലോങ് നെക്ക് ഉള്ളത്? ജിറാഫ്. വാട്ട് ഈസ് ദ കളർ ഓഫ് എ പാരറ്റ്സ് ബീക്ക്. തത്തയുടെ ചുണ്ടിൻ്റെ കളർ ഏതാണ്? റെഡ്. വിച്ച് ബേർഡ് സ്വിം ഇൻ വാട്ടർ. ഏതാണ്? ഡക്ക്. എ ഫുഡ് ഐറ്റം വി ഗെറ്റ് ഫ്രം ദ സീ. ഏതാണ്? ഫിഷ്. വിച്ച് ഈസ് ദ പിക്ചർ ഓഫ് ആൻ ഓണിയൻ. അപ്പോൾ തൊട്ട് കാണിക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഹാസ് 2 വീൽസ്. മോട്ടോർ സൈക്കിൾ. വിച്ച് പാർട്ട് ഓഫ് ബോഡി ഹെൽപ്പ് us ടു വാക്ക്. ഏതാണ്? ലെഗ്. ഫാദേഴ്സ് മദർ ഈസ് കോൾഡ് ഗ്രാൻഡ് മദർ. സി, ഡി കഴിഞ്ഞിട്ട് ഏതാ? ഇ. സ്പോട്ട് ഔട്ട് ദ ഓഡ് വൺ. ഇതിൽ ഓഡ് വൺ ഏതാണ്? നമ്പർ 7 ആണ് ഓഡ് വൺ. അടുത്തത് വിച്ച് ഫ്ലവർ ലുക്സ് ടുവേർഡ്സ് ദ സൺ. ഏതാണ്? സൺഫ്ലവർ. വിച്ച് ഈസ് ദ പിക്ചർ ഓഫ് ടൊമാറ്റോ. അപ്പോൾ അത് തൊട്ട് കാണിക്കണം. ഹൂ ഗ്രോസ് ക്രോപ്സ്. ആൻസർ ഫാർമർ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ സർക്കിൾ. അപ്പോൾ അവരത് തൊട്ട് കാണിക്കണം. എ ഫ്രൂട്ട് വിത്ത് എ ന്യൂ പ്ലാന്റ് ഓൺ ഇറ്റ്സ് ടോപ്പ് ഈസ് പൈനാപ്പിൾ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഏതാണ്? 6 കഴിഞ്ഞാൽ എസ്. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ട്രയാങ്കിൾ. അപ്പോൾ അത് തൊട്ട് കാണിക്കണം. വിച്ച് ഈസ് ദ പിക്ചർ ഓഫ് പംകിൻ. പംകിൻ്റെ പിക്ചർ ഏതാണ്? അതും തൊട്ട് കാണിക്കണം. വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു കട്ട് ക്ലോത്ത്സ്. ഏതാണ്? സിസറാണ്. സ്പോട്ട് ഔട്ട് ദ ഓഡ് വൺ. ഇതിൽ ഓഡ് വൺ ഏതാണ്? എല്ലാം ഫ്രൂട്ട്സാണ്. നമ്മുടെ കോളിഫ്ലവർ മാത്രമാണ് ഓഡ് വണ്ണായിട്ട് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ സ്പോട്ട് ഔട്ട് ദ ഓഡ് വൺ. ഏതാണ് ഓഡ് വൺ? ഇതാണല്ലേ. ഇത് ഇങ്ങോട്ട് തിരിഞ്ഞാൽ നിൽക്കുന്നത്. അടുത്തത് സ്പോട്ട് ഔട്ട് ദ ഓഡ് വൺ. ഇതിലേതാണ് ഓഡ് വൺ? ഫിഷ് ആണ്. അടുത്തത് വിച്ച് പിക്ചർ ഷോസ് 5 ഓറഞ്ചസ്. അപ്പോൾ അവർ എണ്ണി നോക്കിയിട്ട് അത് തൊട്ട് കാണിക്കണം. പിന്നെ 2 പിക്ചർ തന്നിട്ടുണ്ടായിരിക്കും. അത് നല്ല ഭംഗിയിൽ കളർ അടിക്കണം. അപ്പോൾ ഇതുപോലെ
ടോട്ടൽ 32 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിലെ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് കളർ അടിക്കാനായിരിക്കും. 20 മാർക്ക് വെച്ചിട്ടായിരിക്കും അതിന് കിട്ടുന്നത്. കളർ അടിക്കണതിന് 20 മാർക്സ് വീതമായിരിക്കും ഉണ്ടാവാം. 20 മാർക്സ് വീതമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ബാക്കി എല്ലാത്തിനും 2 മാർക്ക് വെച്ചായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് ടെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ബുക്കിൽ തന്നെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനി നാളെ തൊട്ട് ഞാൻ സെപ്പറേറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുട്ടികളെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പഠിപ്പിക്കാം. അപ്പോൾ അവർക്ക് എളുപ്പമായിരിക്കും എല്ലാം ചെയ്യാനായിട്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.